ഇവിടെ കത്തലുണ്ട് ഭയങ്കര. ഞാനൊരു കാര്യം പിഴച്ച ചേർക്കരുത് ഇവൻ പറഞ്ഞ എന്നെ ഇവിടെ ആരോ തട്ടിക്കൊണ്ടോ വന്ന് വെല്ലു വിളിച്ചെന്നൊക്കെ പറഞ്ഞോണ്ടാണ് ഇവൻ നോക്കി എന്തിനാണെന്ന്. ചേട്ടന്റെ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാരും ഇതൊരു ആക്ഷൻ ഒക്കെ ഓടി വരുമോ? ഒരു സാധനം റെക്കോർഡ് ചെയ്യാനാണ്. എന്തൊരു ആക്ഷനാണ് ഇടേണ്ടത്? ഇത് ലോഡിംഗ് സ്ക്രീൻ സർക്കാർ സെറ്റ് അപ്പൊ ലൈവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രീ വർക്ക് ചെയ്യില്ല, പെയ്ഡ് വർക്കേ ചെയ്യത്തുള്ളൂ. പെയ്ഡ് വർക്കുകൾ എടുക്കത്തുള്ളൂ. സെർവറിൽ നിന്ന് എന്ത് തരുമെന്ന് പറ. അങ്ങനെയെങ്കിൽ പെയ്ഡാണ്. എന്താ റേറ്റ് പറ. നമ്മള് അപ്പൊ വർക്കുകൾ എടുക്കാറില്ല. അതെ നമ്മ മിനിറ്റിനാണ് നമ്മളെ റേറ്റ്. 1 മിനിറ്റിനാണല്ലേ? 1 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1 മിനിറ്റ് എടുക്കാനായിട്ട് എത്ര ടേക്ക് എടുക്കും? നമ്മള് പറയുന്ന 1 മിനിറ്റ് വീഡിയോയ്ക്കല്ല. 1 മിനിറ്റ് വീഡിയോക്ക് നമ്മൾ 1 മിനിറ്റ് ഷൂട്ടിങ്ങിനാണ് ഒരു റേറ്റ് പറഞ്ഞത്. 2 മിനിറ്റ് ഷൂട്ടിങ്ങിന്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു 5 മിനിറ്റ് എടുക്കൂലേ? റീടേക്ക് കൂടി എടുക്കും. അപ്പൊ 5 മിനിറ്റ് ആകുമ്പോ 1 മിനിറ്റിന് 1 കോടി വെച്ച് 5 കോടി കറക്റ്റ്. പിന്നെ പോട്ടെ മാമ നീ ആണ്ട് ഓക്കെ വേണ്ട. മാമ നീ ആണ്ട് 2 കോടി തന്നാൽ എന്നാ ഒരു കോടി രൂപയ്ക്ക് കുറഞ്ഞിട്ട് നമ്മൾ അഭിനയിക്കുന്നതിന് 1 കോടി രൂപ പറയുന്നത് കൂടുതലെന്ന് പറയുന്നത് പോയി അങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് പോയി. 1 കോടിക്കുള്ള വർത്തില്ലെന്നറാ നമുക്ക്. 1 കോടിയുടെ വർത്തില്ലെന്ന് മനസ്സിലായില്ലേ നമുക്ക്. പോവാ എടാ മോനെ നീ എന്തിനാണ് ഈ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നത്? അതെന്തിനാണ് ഞാൻ ചോദിക്കുന്നത്. ഷൂട്ട് കഴിഞ്ഞിട്ട് തരുമെന്ന് ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ സെർവറിലെ ഒരു അഡ്മിനോട് വിളിച്ചിരുത്തണം. എന്നിട്ട് പറഞ്ഞു ഞാൻ വിശ്വസിക്കാം. ഇതൊരു RP അല്ലല്ലോ. സൈവട്ട സെർവറിന്റെ അഡ്മിന്റെ വെറുതെ വാങ്ങുമല്ലോ. നമ്മളൊരു RP ചെയ്തിട്ട് അതിന്റെ പേരിലല്ലേ വാങ്ങുന്നത്. അല്ല 5 കോടിയൊന്നും വെറുതെ വാങ്ങുമല്ലോ. നമ്മൾ അങ്ങോട്ട് പോയിട്ട് എനിക്ക് 5 കോടി സ്പോൺ ചെയ്താൽ പറയല്ലേ. എന്തിനാണ് ഹാൻഡ്സപ്പ് വരുന്നില്ല ഇവിടെ. എന്റെ സാമാനം എന്റെ വായിലെടുത്ത് വെച്ച് തരാം. പോടാ ബാക്കിയുള്ള തോക്കൊക്കെ എടുത്തറാ. ഏത് കൂടുതലൊന്നും പറഞ്ഞു വേണ്ട തിരക്കണേനെയാണ്. ഓക്കെ ഷൂട്ട് എങ്ങനെയാണ്? അപ്പൊ ഇവിടെ നമ്മൾ ഓടി വരണം അല്ലേ? ഷൂട്ടിന് ഓടി വരണ്ടേ? എല്ലാരും ഇങ്ങോട്ടിട്ട് നടന്നു വന്നാ മതി. സ്ലോ മോഷൻ ഏലിയനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തുപ്പും. ഏലിയൻ മതിയാ? നോക്കട്ടെ വാക്കിംഗ് സ്റ്റൈൽ ഏലിയൻ. മതിയാ ഇത് മതിയാ? ഗ്യാങ് ഡ്രസ് വേണോ? ഗ്യാങ് ഡ്രസ് ഇപ്പൊ ഇത് കിടന്നാ കുഴപ്പമുണ്ടോ? മാറ്റണോ? എവിടെ നിന്നാണ് ഓടേണ്ടെന്ന് പറ. എല്ലാരും ഒരു ഓട്ട മത്സരം ഉണ്ട്.
ആ അപ്പൊ വിളിക്കുമ്പോ ഓടി വരണം. എങ്ങോട്ട് ഓടി വരണം? നേരെ ഓടിയാ മതി. നേരെ നേരെ അങ്ങോട്ട് ഓടിയാ മതി. ഫ്രണ്ടിലോട്ട്. ഇപ്പൊ ഇവിടെ നോടാ ഇവിടെ ആ, വാ ഓർഡർ റെഡി. എല്ലാരും വന്നില്ല, എല്ലാരും ഇവിടെ വന്നില്ല. ഓർഡർ റെഡി ആയിട്ടില്ല. ഞാൻ ബോയ്സ് എല്ലാരും വാ. ചാടി കൊണ്ടാ. ചാടിയൊക്കെ ഓടാ. ചാടിയെ കൊണ്ട. ഓക്കെ, ഞാൻ പറയാം, വിളിക്കാമേ. തോക്കൊക്കെ എടുത്ത് ഉരുണ്ടൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ വേണോ? അവൻ എങ്ങനെ വിളിക്കും? നമ്മളെങ്ങനെ അറിയാം അവൻ വിളിക്കണത്? അങ്ങനെയൊക്കെ ഒന്നും ഇല്ല, ഞാൻ ഓ വിളിക്കാം. എടാ നമ്മള് ഓടി വരുന്നു, ചാടി വരുന്നു, തല ഇറങ്ങി തോക്കെടുത്ത് കറങ്ങുന്നു, എല്ലാം ചെയ്തു. എങ്ങനെ ഓടും? കാലുകൊണ്ട് ഓടും. അതല്ലേ മതി 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 മതി. അപ്പുറത്തെ അതെല്ലേ ഇത് നല്ലൊരു മാച്ചിങ്ങാണ്. അറിഞ്ഞില്ല. നിനക്ക് മാസാണോ വേണ്ടത്? ആണോ, എനിക്ക് മാസാണ് വേണ്ടത്. എന്നാ പറയണ്ടേ, എന്നിട്ടാണ് എലിയിൽ ഇടിപ്പിച്ചത്. അത് മാസാക്കാം. മാസാണോ മാസം 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 മാസം. എന്നാ പിന്നെ ഏറ്റ്. അതായത് കെട്ടിപ്പിടിക്കണതും നമ്മള് ഫ്രഞ്ചടിക്കണം, അങ്ങനത്തെ ഒരു സാധനം വേണം. അങ്ങനെ സാധനം വേണമെങ്കിൽ എന്റെ കൂടെ ഒരു പെണ്ണ് വേണം. എനിക്ക് ഇവിടെ ഈ മൂഞ്ചന്മാരുടെ ചുണ്ടിക്കറി കടിക്കാൻ പറ്റൂല. ഈ കുതിരപ്പുണ്ടേനെയൊക്കെ എണീപ്പിച്ചു വിടുവോ എന്റെ കാലിന്റെ ഇടയിൽ? അതെ, കുതിര കിടന്നെടുത്തു. കൈ കൊടുത്ത് കെട്ടിപ്പിടിക്കുന്ന സാധനമില്ല, അത് ചെയ്യാം. അത് ഏതെന്ന് പറഞ്ഞത് കറക്റ്റ് ചെയ്യാം. അത് ആർക്കും അറിയാം. എടാ കൈ കൊടുത്ത് കെട്ടിപ്പിടിക്കുന്ന മറ്റേ സീൻ ഉണ്ടല്ലോ മറ്റേ. എനിക്ക് ആൾക്കാരൊന്നുമില്ല. ഓ ഇറ്റാച്ചി കെട്ട മാവനെ കടിച്ചെടുത്ത്. അത് ഹാൻഡ് ഷേക്ക്. ഇത് ഫ്ലഫി ആണല്ലോ. എടാ പോടാ അങ്ങോട്ട്. കാണിച്ചാണ് കിട്ടാണ്. കാണിച്ചാണ്. ഇത് തന്നെ ഈ സാധനം നമ്മള് ഷെയ്ഡായിട്ട് ഇടുന്നത്. കെട്ടിപ്പിടിക്കുന്ന സാധനം ഇതിന്റെ അകത്ത് തന്നെ. ഇതേ സാധനം ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സാധനം ഉണ്ടോ? എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറില്ലേ തുപ്പി തരിഞ്ഞപ്പോ. ഇതല്ലേ? ഞാൻ രണ്ടുപേരോട്ട് ചെയ്യാം. എന്നിട്ട് ബെറ്റർ എടുത്തോ. ഞാൻ സ്റ്റീവും ഞാനും ഫ്ലഫിയും ചെയ്യാം. രണ്ടുപേരായിട്ട് ബെറ്റർ അതൊന്നും നോക്കാം. 4 പരന്മാർ ഡെത്ത് ആയിട്ടുണ്ട്. നിയർ ടി വി ഗാമേഴ്സ്. മൃഗാശുപത്രിയിൽ ആരെങ്കിലും ഉണ്ടോ? ഏത് മൈറ്റ് ഇത്? വാ ബ്രോ. എടാ നീ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു മാസം കിട്ടൂല. മാറില്ല. എല്ലാരും മാറ്. സിനിമാറ്റിക്സ് ആണ്. മാറ്. റെഡിയാണോ പറ. മാറില്ല എല്ലാരും. മാറില്ല. റെഡിയാണേ പറ. ഫേസ് ക്യാമിൽ നടത്തോ എന്റെ സ്മൈല്. ഒരു ബ്രോയിഡ് കയ്യിൽ തോക്ക് വന്നു. എല്ലാരും മാറിക്കോ പ്ലീസ്. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. ഇട്. സ്മൈൽ ഓക്കെ. കൊള്ളത്തില്ല. അപ്പൊ പേയ്മെന്റ് എത്രയും പെട്ടെന്ന് എത്തിക്കണം കേട്ടോ. ഒരുപാട് ഡിലേ ആക്കി. ഇനി ഇങ്ങനത്തെ ഷൂട്ടുകൾ ഉണ്ടെങ്കിൽ ബാക്കിൽ ഒരു ഫ്ലെയർ ഇട്ടാലോ? അത് കണ്ടോ എന്നുവെച്ചാൽ വാണങ്ങൾ കൈകോർത്തെന്ന് പറഞ്ഞത്. അതിന് ടൈറ്റിൽ ഇങ്ങനെ ആയിരിക്കും, വാണങ്ങൾ കൈകോർത്തെന്നായിരിക്കും. ഞാൻ പറയുന്നേട്ടോ പോയാ കാര്യം കഴിഞ്ഞപ്പോ പൊക്കളഞ്ഞേ.
പൈസ ഇല്ലട്ടാ ആളും പൊങ്ങി. അല്ല വരും വരും ഇല്ലെങ്കിൽ സരക്കണ്ണ ഇല്ലെങ്കിൽ എനിക്കൊരാളറിയാം പ്രതീഷ് ബ്രോ പുള്ളിയെ ഞാൻ ഇനി വിളിക്കും. ആ സരക്കണ്ണ അണ്ണന്റെ മറ്റേ വണ്ടി ഇല്ലേ സരക്ക് ഡാനിന്നൊക്കെ എഴുതിയ വണ്ടി ആ അത് അണ്ണ സെയിലിട്ടാ. ഇല്ല ഇത് മറ്റേ ഒരു ആപ്പ് ഉണ്ട് മാർക്കറ്റ് പ്ലേസ് പറഞ്ഞ അതില് സെയിൽ കൺട്രോൾ മാർക്കറ്റ് പ്ലേസാ ഓ മാർക്കറ്റ് പ്ലേസ് പറഞ്ഞ ആപ്പ് ഉണ്ട്. അതിൽ നോക്കി താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഏതോ ഒരു പയ്യ അത് ഫോട്ടോ എടുത്തിട്ട് കില്ലാടി അപ്പോസ് കഴിവേറിയായിരിക്കും. ഇന്ന് അവനെ ഞാൻ കൊല്ലുമല്ലോന്നെങ്കിൽ വിളിക്ക് നമ്പർ അതിൽ തന്നെ ഉണ്ട്, വിളിച്ചോ. മാർക്കറ്റ് പ്ലേസ് അവന്റെ അന്തികൂതാശ ഇന്ന് നടക്കുമല്ലേ ഇത്. അവന് എന്റെ വണ്ടി എന്റെ പേരിൽ കഴിവിപ്പില്ലാതെ അവൻ എങ്ങനെ വെക്കുന്ന കൺട്രോളാ ഒരു കോടിക്ക് 10 ലക്ഷം 1 കോടി സാധനം കിട്ടിയ എവിടെ കിടക്കുന്നു താഴോട്ട് കുറച്ച് താഴോട്ട് കഴിവേറി അവനെ വിളിക്കട്ടെ ഞാൻ. വിളി അവൻ സെർവറിലില്ല, അവൻ സിറ്റിയിലില്ല. അപ്പം വിളി അവന്റെ എന്റെ കാർ വിൽക്കണോ അല്ലേ അവന്. ഇവൻ സിറ്റി വരുന്നതിന്റെ അന്ന് അവനെ ഞാൻ പോയി കൊല്ലു. വെച്ചോട്ടെ നമ്പർ സത്യം. ആൾ ഇസ് നോട്ട് അവൈലബിൾ. എടാ എന്റെ വണ്ടി എടുത്ത് വിൽക്കാട്ടിരിക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് പട്ടി. എവിടുന്ന് വെട്ടില്ല ആ സ്മിത്ത് എവിടെ? അവനാണ് എന്റെ വണ്ടി 24 മണിക്കൂർ കൊണ്ട് നടക്കുന്നത്. അവനാണ് ഇതിന്റെ എല്ലാത്തിനും കാരണം. റാസ്കൽ അണ്ണാ അവൻ കമ്മീഷൻ അടിച്ചില്ല. അവൻ ശരിയല്ല അണ്ണാ ആ സ്മിത്ത്. എല്ലാരും വെച്ച് വള്ളിയാണ് അവൻ. സൗത്തിനോട് ചോദിച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു പയ്യനെ കാണാനില്ല. ഞാൻ വീണ്ടും പറയണ കേട്ടാ. അതാരാണ് ഡേ നമ്മുടെ റേഡിയോയിൽ ആൾക്കാരെ കൊഴിഞ്ഞോണ്ടിരിക്കും ഇവിടെ ഇങ്ങനെ ഇടക്കിടക്ക്. ഡേ സ്റ്റീവേ നീ റേഡിയോ ഒന്നും പറയാതെ ഇറങ്ങിപ്പോ എന്ത് ബ്ലാക്ക് സ്മിത്ത് മറ്റേ എങ്ങനെ ഞാൻ ഉണ്ടായിരുന്നത്. സാധനം തരാം. ആ മനസ്സിലായി. അടുത്ത ദൂരെന്ന് കണ്ടപ്പോഴത്തേക്ക് ഫ്രണ്ട് പോസ്റ്റിന് മാസ്ക് ഒക്കെ വെച്ചപ്പോ ഞാൻ വിചാരിച്ച് ആടാണെന്ന് വിചാരിച്ചു. ഞാൻ ഇച്ചിരി കെയറിങ് ആംഗിളാണേ അതുകൊണ്ട് നോക്കിയതാണ്. ചന്ദ്രനെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. കഴിയാറി ഫോൺ വിളിച്ചാലും എടുക്കില്ല. ആ കോള് ചന്ദ്ര എവിടെ കണ്ടില്ല കൊറേ കേട്ട്. സ്റ്റേഷനിലായിരുന്നു. എന്തിനു പറ്റി? കേസായാ? കേസൊന്നായില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അവരെ പിടിച്ച് എടുക്കാൻ പോയാളിയാ. ആ നീ ഇപ്പൊ എവിടെ? ഞാൻ സജീവിന്റെ ഇവരെ കുത്തി വീഡിയോ എടുത്തു. ബ്ലാക്ക് ജസ്റ്റ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇപ്പൊ വരാം. കേസ് തീർന്നാ? ആ സ്റ്റേഷനിൽ ഇറങ്ങി. ആ വരണ്ടല്ലോ അപ്പം. ഓക്കെ അയ്യോ ഇങ്ങോട്ട് പോലെ കൊച്ചിന്റെ അച്ഛനാക്കി കളയും പിടിച്ചവര്. അല്ലല്ല എനിക്ക് താല്പര്യമില്ല. ശരി സാമ്പാദിക്കും. സത്യം പറഞ്ഞ ഈ സൂര്യബോസ് എന്ന് പറയുന്ന പയ്യന്റെ അവനൊരു സ്റ്റോറി കണ്ടു. അത് നമ്മളൊരു ദിവസം കേൾക്കണം. സമൂസ തലയാന്ന് വിളിച്ചണ്ണാ. സമൂസ തലയാന്നല്ലേ വിളിക്കുള്ളൂ. മറ്റേ സൂര്യബോസിന്റെ നമ്പർ ഉണ്ടോ? സൂര്യബോസ് ചന്ദ്രന്റെ മോന്റെ നമ്പർ ആരെങ്കിലും ഉണ്ടോ? എടാ നമ്മളെ എടാ നിനക്ക് ഈ വിഷമങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ വളർന്ന് ഓ എന്തായാലും ഹലോ പറഞ്ഞോ ബ്രോ ദക്ഷയെ കണ്ടോ ബ്രോ ദക്ഷേനെ കണ്ടോ ബ്രോ വഴി കാട്ടിയൊക്കെ കൊടുക്കണേ അല്ലേ കുട്ടി വഴി തെറ്റി പോയാലോ ബ്രോ ഇവിടത്തെ നമ്പർ 1 അഡ്മിനൊക്കെ അല്ലേ ബ്രോ? അപ്പൊ ബ്രോ വേണം വഴി കാട്ടി കൊടുക്കാൻ. ബ്രോ ദക്ഷക്കുട്ടിക്ക് വടയൊക്കെ കൊടുത്തോ? ബ്രോ ദക്ഷക്കുട്ടിക്ക് വടയൊക്കെ കൊടുത്തോ? എടവാ സ്പെഷ്യൽ ബ്രോ. ഈ ബ്രോനെ അറിഞ്ഞൂടാത്തോണ്ടാ ബ്രോയുടെ വടയുടെ സ്പെഷ്യൽ. അതെ വട സ്പെഷ്യലിസ്റ്റ് ആണ്. തൊളയിടുന്ന സ്ഥലവും എല്ലാം ഞാൻ കടിച്ചില്ല. വന്നാ മതി അങ്ങോട്ട്. ഇടവേര് തൊള്ളയുടെ സ്ഥലം ഉണ്ട് അല്ലെങ്കിൽ അറിയാം. ബ്രോ ഇത് വന്നില്ലേ ദക്ഷ വന്നില്ലേ ബ്രോ?
ആര് ബ്രോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? അല്ല ബ്രോ ആരെ മിസ് ചെയ്യുന്നുള്ള ബ്രോ ആരെ മിസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് ബ്രോയുടെ ഫേസ് കണ്ടപ്പോഴേ തോന്നുന്നു അതുകൊണ്ട് ബ്രോ തന്നെ പറഞ്ഞ ബ്രോ മാറി തരണം എനിക്കുള്ളതാണ് ബ്രോ ആര്? പറഞ്ഞത് ആരാണ്? ബ്രോയോട് പറഞ്ഞ ആര് ദക്ഷേ? അയ്യോ ബ്രോ എനിക്ക് ട്രെയിനിന് തലയൊക്കെ താല്പര്യമില്ല ബ്രോ, ഒരു താല്പര്യമില്ല ബ്രോ ബ്രോ അങ്ങ് സ്വന്തത്തെ അനുഭവിച്ചാൽ മതി ബ്രോ. മനുഷ്യരുടെ അടുത്ത് മുഖത്ത് നോക്കി സംസാരിക്കാൻ മറ്റേ ഇതില്ലാത്ത പെമ്പിളുടെ അടുത്തൊന്നും നമ്മള് പോവാറില്ല. എന്നാലും ബ്രോയ്ക്ക് ഫീൽ ആയോ ഞാൻ അങ്ങനെ പറഞ്ഞത്? ബ്രോയ്ക്ക് ചെറുതായിട്ട് ഫീൽ ആയോ ചേട്ടാ? അവരെ ദക്ഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ബ്രോ എന്റെ ബ്രോ അഡ്മിറ്റ് പവർ യൂസ് ചെയ്ത് പുറത്തായി കളയല്ലേ ദക്ഷയെ പറഞ്ഞതിന്. ബ്രോ വിചാരിച്ചാലും എന്നെ പെർമനന്റ് ആയിട്ട് അടിക്കാൻ പറ്റൂല. നമുക്ക് അതിന് മേളിൽ ഒരാളുണ്ട്. ഒരു വിളിയൊക്കെ വിളിക്കുക ആള് പറഞ്ഞു ഞാനാണ് അടിക്കുന്നത് ആൾക്ക് ആണോ? ആ ഇത് ഈഗോറാവ്, അത് ഈഗോറാവേ ഞാനാണ് ആണല്ലേ? എന്നാ ഒരു വിളി വിളിക്കണോ എനിക്കത്? ആരൊക്കെ വരും അല്ലെങ്കിൽ ദക്ഷ വന്നില്ല. അവന് കാണാനില്ലാട്ടാ അതേ ബാക്കില്. സത്യത്തിൽ എന്ന് പറ്റി ആരെ തപ്പി ഇറങ്ങിയത് ഇവിടെ? അത് പറ. ഞാൻ ഈ വെബ്സൈഡ് ഇവനെ അടിക്കാൻ വേണ്ടി വന്നത് ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റ് പദവി കൊടുത്ത ആരാണ്? കറക്റ്റാ കഴുതയുടെ നോക്കിയാണ് കഴുതയുടെ ഇതും വെച്ച് പോട്ടെ, പിന്നെ ജീവിച്ചു പോട്ടല്ലേ. ആണ് പിന്നെ ആർക്കും ഉപദ്രവം ഇല്ലാത്തൊരുത്തനായോണ്ട് പോട്ടല്ലേ. ഗെയിമിന് വേണ്ടി ലൈഫ് കളഞ്ഞ പയ്യനായിട്ട് പിന്നെ ഒന്നും പറയുന്നില്ല പയ്യനെ കൂടെ കൊണ്ട് നടക്കുന്നു. അതെ, നിനക്ക് വടയെന്ന് പറയുന്ന പോലെ അല്ല, ബ്രോയ്ക്ക് വടയെന്ന് പറയുന്ന പോലെ പുള്ളിക്ക് ഗെയിമാണ്. ഗെയിമാണ് ജീവിതം. ബ്രോ നാളെ വരുമ്പോ ബ്രോ നാളെ വട കൊണ്ടുവരണം ബ്രോ, നാളെ വട കൊണ്ടുവരണം. ഞാൻ ഇവിടെ ഉണ്ട്. പ്രജീഷ് ബ്രോ അലീമിയോടെ അലീമി പ്രജീഷ് ബ്രോ അലീമിയുടെ ഷോ പ്രജീഷ് ബ്രോ ഇവരെ വാടപ്പിക്കണം. ജ്വല്ലറി അടിക്കാനാടാ? എന്നെ കണ്ട ഒരു കള്ളനെ പോലെ തോന്നാ നിനക്ക്? നിന്റെയൊക്കെ കൂടെ ആപ്പ ഉപ്പ കള്ളത്തരങ്ങൾ ചെയ്യാനൊക്കെയുള്ള ഒരാളാണെന്ന് വിചാരിച്ചല്ലേ എന്നെ കണ്ടിട്ട്? ഒരു പേടിയുമില്ല, ഒരു പേടിയുമില്ല. ഞാൻ അതൊക്കെ മാറി ഉമ്മ പേടി തൊലി എന്തര ഇതിന്റെയൊക്കെ. ഇതാണ് മറുപ്പ്. എന്റെ നമ്പർ 240. അല്ല നീ വിളിക്കുമ്പോ സേവ് ചെയ്യാല്ലേ? തരാം. കിട്ടിയില്ലേ? വീട്ടിന്റെ ഫ്രണ്ടിൽ ഭയങ്കര ബഹളം കാണാട്ടെ. എന്റെ വീടിന്റെ ഫ്രണ്ടിലാ? കുടുംബ വീടിന്റെ ഫ്രണ്ടിലാ? ഗ്യാങ്സ് അത് ഈ അഡ്മിൻസിന്റെ ഒരു വല്ലാത്ത കഴിവുകളൊക്കെ എന്റെ പ്രശ്നങ്ങളാണ് അതൊക്കെ. ഹലോ ഇതാ രാവണിയാ? ആവണിയായിരുന്ന പെട്ടെന്ന് ലുക്ക് കിട്ടുമ്പോ മനസ്സിലായില്ല. സോറി. ചന്ദ്രനെ കണ്ടില്ല? ചന്ദൻ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? ആളെ കാണാനില്ല. മോനെ മാത്രമല്ല ഞാൻ എന്നോട് ഫാമിലി ഫ്രണ്ട് അവനെ പെണ്ണാണ് ചന്ദൻ മിസ്സിങ്. മോനെ കടച്ചാ തന്തപ്പടി മിസ്സിങ് ആയി. ആ അലീന വന്നല്ലേ പറയാൻ പോലെ? അലീന റേഡിയോ പോലും കേറാ